വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന എസ്സെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 2 എസ്സെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് പോലെ തന്നെ ഉള്ള റൈറ്റിംഗ് സ്റ്റൈലും ടോണും ഒക്കെ ഏകദേശം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഈ ഒരു എസ്സെക്കകത്തുള്ളത്. അപ്പോൾ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഈ ഒരു ബന്ധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സാർവത്രിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ ഒരു എസ്സേയിലൂടെ തന്നെ അദ്ദേഹം അതിൻ്റെ വ്യക്തതയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അതിനകത്ത് വരുത്തേണ്ട ചില മാറ്റങ്ങളും അല്ലെങ്കിൽ ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യം, കുട്ടികളില്ലാത്ത പുരുഷന്മാരാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഉപകാരികൾ എന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഒരിക്കലും കുടുംബവുമായിട്ട് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അതായത് അവർക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനില്ല, ഫാമിലി കുട്ടികളെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിന് കുറച്ചുകൂടി നല്ലത് എന്ന് ഫ്രാൻസിസ് ബേക്കൻ അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെ പറയുന്നുണ്ട്. ഇവിടെ എസ്സേയിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, ഇപ്പോൾ കുറേ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ചില തെറ്റുകളെ തിരുത്തിക്കൊണ്ട് പുതിയൊരു രീതിയിലേക്ക് വഴിമാറണമെന്ന് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ ഒരു മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജി ആണെങ്കിലും എത്തിക്സ് ആണെങ്കിലും സ്റ്റേറ്റ് ക്രാഫ്റ്റും എല്ലാം തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഒരു എസ്സേ, അതും എല്ലാ ടോപ്പിക്കുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെ പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിൽ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ മിക്ക പാരൻസും ചെയ്യുന്നൊരു കാര്യമാണ്, കുട്ടികൾക്കൊരു തൊഴിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതലും കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് തെറ്റാണെന്ന് ബേക്കൻ പറയുന്നു. അതായത് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയോട് കൂടുതൽ ശക്തമായിട്ടുള്ളൊരു ആഗ്രഹവും അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ തിരഞ്ഞെടുക്കുന്നത് സാമൂഹികമായ പ്രയോജനമുള്ള രീതിയിലേക്ക് ആയിരിക്കണം. അതായത് നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ഇപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഇഷ്ടമാണെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ഗുണത്തിന് വേണ്ടി ആവരുത്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആഗ്രഹം, പ്രൊഫഷൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ വ്യക്തിപരമായ ആഗ്രഹം കൂടുതലും സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്വേച്ഛാധിപത്യപരമായൊരു സമീപനം ബേക്കൻ്റെ ഭാഗത്തു നിന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അദ്ദേഹം വാല്യൂ ചെയ്യുന്നത് സോഷ്യൽ യൂട്ടിലിറ്റിയാണ്. പാരൻസ് എപ്പോഴും ആ രീതിയിൽ വേണം കുട്ടികളെ നയിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അതൊരു യൂട്ടിലിറ്റേറിയൻ വ്യൂ ആണ്. അതുമാത്രമല്ല ആ ഒരു പോയിൻ്റ് നമുക്ക് മനസ്സിലാവുന്നത് ബേക്കൻ്റെ ഒരു പ്രാഗ്മാറ്റിക്, ഓൾമോസ്റ്റ് അതോറിറ്റേറിയൻ അപ്രോച്ച് ടു പാരൻറ്റിങ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലൊരു സൈക്കോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതായത് മാതാപിതാക്കളുടെ പാരൻസിൻ്റെ സന്തോഷങ്ങളും ദുഃഖവും എന്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതായത് ഇതിനകത്ത് പറയുന്നുണ്ട്, കുട്ടികൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. അതേസമയം അവർ തന്നെ പാരൻസിൻ്റെ സാഹചര്യത്തെ വളരെ ദയനീയമാക്കുന്നതും അവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു വിരോധാഭാസമാണ് അല്ലേ. കുട്ടികളാണ് ഒരു പാരൻസിൻ്റെ സന്തോഷം, അതേസമയം അവർ തന്നെയാണ് പാരൻസിൻ്റെ ദുഃഖവും എന്ന് പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പാരൻസിൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും വളരെ രഹസ്യമാണ്. അതേപോലെ തന്നെ അവരുടെ ദുഃഖവും കുട്ടികളെക്കുറിച്ച് ഓർത്തുള്ള ഭയങ്ങളും ഒക്കെ അതേപോലെ തന്നെ രഹസ്യമാണ്. അവരതൊക്കെ മനസ്സിലങ്ങനെ സൂക്ഷിച്ചുകൊണ്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ കുട്ടികളുടെ സന്തോഷം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലൊരു മോശം സാഹചര്യം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പാരൻറ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, മാതാപിതാക്കളുടെ ഉത്കണ്ഠകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. എപ്പോഴും കുട്ടികളിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നാണ് ഓരോ പാരൻസും ചിന്തിക്കുന്നത്. അതുതന്നെ ആ ഒരു ചിന്തയാണ് അവരുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. എന്നിട്ടും പിന്നെ എന്തിനാണ് കുട്ടികളാണ് സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം, ഒരേ സമയം കുട്ടികൾ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത്? ഈ ഒരു
ചിന്ത, അതായത് ഈ ഒരു അവസ്ഥ മാതാപിതാക്കളുടെ ഒരു വൈകാരികമായ ഒരു അധ്വാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓരോ മാതാപിതാക്കളുടെയും ഓരോ പാരൻസിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് കുട്ടികളുടെ വിധിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് കുട്ടികൾക്ക് നല്ലത് വന്നാൽ അവർക്ക് അത്രയും സന്തോഷം ഉണ്ടാവും. കുട്ടികൾക്ക് സങ്കടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മോശം സാഹചര്യമാണെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് ഏതെങ്കിലും അനുകൂലമല്ലാത്ത വന്നു കഴിഞ്ഞാൽ അതും പാരൻസിൻ്റെ സങ്കടം തന്നെയാണ്. കുട്ടികളുടെ വിജയങ്ങൾ അവർക്ക് ഏറ്റവും മധുരമുള്ളതും അവരുടെ പരാജയം പാരൻസിന് ഏറ്റവും കൈപ്പേറിയ അനുഭവം സമ്മാനിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ ഹ്യൂമൻസ് വേഴ്സസ് ആനിമൽസ് ആൻഡ് ചൈൽഡ്ലെസ് മാൻ. അപ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. ഇവിടെ ഫ്രാൻസിസ് ബേക്കൺ മനുഷ്യരെയും മൃഗങ്ങളെയും കമ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളില്ലാത്ത ആളുകളെയും. അതായത് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവർക്ക് പ്രത്യുൽപാദന ശേഷിയുണ്ട്. പക്ഷെ മനുഷ്യർക്ക് മാത്രമാണല്ലോ ബുദ്ധിയും ഓർമ്മയും എല്ലാം ഉള്ളത്. അപ്പോൾ മനുഷ്യരാണ് കൂടുതലും ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നതും അവരുടെ പ്രവൃത്തികളിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നതൊക്കെ മനുഷ്യരാണ്, മൃഗങ്ങളല്ല. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്, ഹോമർ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ അറിവിലൂടെ, ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ അവരുടെ സംരക്ഷിക്കപ്പെട്ട അവരുടെ ചരിത്രങ്ങൾ അല്ലേ, അവർക്ക് ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഹി ആർഗ്യൂസ് ദാറ്റ് ചൈൽഡ്ലെസ് മെൻ ഡു മോർ നോബൽ ഡീഡ്സ് ഫോർ സൊസൈറ്റി ബിക്കോസ് മാരീഡ് മെൻസ് ഫോക്കസ് ഈസ് ഫാമിലി. അതായത് വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ അല്ലെങ്കിൽ ആളുകൾ കൂടുതലും കുടുംബത്തിനോടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും. കുടുംബത്തിലാണ് അവരുടെ ചിന്താഗതികൾ മൊത്തം കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് മഹത്തായ പ്രവൃത്തികളൊന്നും ചെയ്യാൻ അവർ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയധികമൊന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം വാദിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാരൻസിൻ്റെ മുന്നിലുള്ള വിജയങ്ങൾക്ക് കുട്ടികൾ പലപ്പോഴും തടസ്സമാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഫ്രാൻസിസ് ബേക്കൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളില്ലാത്ത പുരുഷന്മാർ സമൂഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നും കുട്ടികളുള്ള അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയി ജീവിക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കുറച്ച് കുറയുന്നു, ആ ഒരു പ്രവണതയുണ്ട് എന്നും അദ്ദേഹം വാദിക്കുകയാണ്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് അൺഈക്വൽ അഫെക്ഷനെ കുറിച്ചാണ്. അതായത് പ്രാക്ടിക്കൽ അഡ്വൈസാണ്. അതായത് പല കുടുംബങ്ങളിലും കുട്ടികൾക്കിടയിൽ പരസ്പരം സമമല്ലാത്ത സ്നേഹം. അതായത് ചില ഫാമിലിയിൽ മൂത്ത കുട്ടികളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും, ചെറിയ കുട്ടികളെ എപ്പോഴും ലാളിക്കുകയും ചെയ്യും, നടുക്കുള്ള ആൾക്കാരെ അവഗണിക്കുക. അത് ചില ഫാമിലിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഇവിടെ ഈ നടുക്കുള്ള കുട്ടിയായിരിക്കും പലപ്പോഴും കുടുംബത്തിന് പ്രശസ്തി കൊണ്ടുവരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ സോളമൻ്റെ ഒരു കോട്ട് എടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജ്ഞാനമുള്ള അറിവുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുകയും എന്നാൽ നന്ദി കെട്ട മകൻ അമ്മയെ ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു കുട്ടി എപ്പോഴും നല്ല ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്ത് എല്ലായിടത്തും ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് എപ്പോഴും നല്ല ഭംഗിയിൽ നിലനിൽക്കും. അതേസമയം അതേ വീട്ടിലെ മറ്റൊരു കുട്ടി ഏതെങ്കിലും മോശം പ്രവൃത്തിയോട് കടന്നു പോവുകയോ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അത് അമ്മയുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ആ ഒരു കോട്ട് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതായത് മകൻ്റെ നല്ല പ്രവൃത്തി എപ്പോഴും ഒരു പിതാവിനെ ഉയർത്തുകയും ഏതെങ്കിലും മകൻ്റെ ഒരു മോശം പ്രവൃത്തി അമ്മയെ ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പക്ഷേ ഇങ്ങനെയല്ല, തുല്യമായ സ്നേഹം, തുല്യമായ പരിഗണന വേണമെന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് പോക്കറ്റ് മണിയെക്കുറിച്ചാണ്. അതായത് പാരൻസ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോക്കറ്റ് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കാനോ പാടില്ല, എന്നാൽ അതങ്ങോട്ട് സിമ്പിളായി കൊണ്ടുകൊടുക്കാനും പാടില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിലുള്ളൊരു ഡിസ്റ്റൻസ് വരും. അതേപോലെ തന്നെ വല്ലാണ്ട് നമ്മളത് ഇങ്ങനെ അഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വളരെ മോശമാവാനും സാധ്യതയുണ്ട്. അതായത് വളരെ കുറച്ച് കുട്ടികൾ പലപ്പോഴും ശരിയായ രീതിയിലാണെങ്കിലും തെറ്റായ രീതികളിലാണെങ്കിലും പണമുണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പാരൻസിൻ്റെ കൺട്രോളിൽ വരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മാതാപിതാക്കൾ ഒരിക്കലും ഒരു മത്സരം സൃഷ്ടിക്കരുത്. അതായത് ഒരു ഫാമിലിക്കകത്ത് കുട്ടികൾക്കിടയിൽ മത്സര ബുദ്ധി ഉണ്ടാക്കരുത്. മത്സരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ഫാമിലിക്കകത്ത് കുട്ടികൾക്കിടയിൽ ഒരുപാട് വെറുപ്പും അസൂയയും ശത്രുതയും ഒക്കെ വളർത്താനാണ് സാധിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ഒരേപോലെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവരെ കുറച്ച് കൂടുതൽ സ്നേഹിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ മാറാൻ. ഈ ഒരു കാര്യം അദ്ദേഹം ഇറ്റലിയിലെ ആളുകളെയാണ്
ഉദാഹരണമായിട്ട് നമ്മളുടെ മുമ്പിൽ പറയുന്നത്. അതായത് മിക്കപ്പോഴും ഗാർഹികമായ ഐക്യവും ധാർമ്മികമായ വളർത്തലും ചുറ്റുപാടുകളും ഒക്കെ ലക്ഷ്യമിട്ടിട്ട് അദ്ദേഹം നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ കുട്ടികളെ പാരൻസ് ഈ വിഷയം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അസ്തമിക്കുന്ന വിഷയങ്ങളല്ലല്ലോ. അതായത് നമ്മൾ ഇന്നത്തെ മാത്രം പ്രസക്തിയുള്ള വിഷയമല്ല, കാലാകാലങ്ങളായിട്ട് പ്രസക്തിയുള്ള കാലാതീതമായിട്ട് ഉപദേശമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു കുടുംബത്തിനകത്ത് തന്നെ ഐക്യവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊരു ബേക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രാക്ടിക്കൽ അഡ്വൈസാണിത്. എസ് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ടിപ്പിക്കൽ ബിക്കോണിയൻ ബ്ലെൻഡ് ഓഫ് വിസ്ഡം ആൻഡ് പ്രെജുഡൈസ്. അതായത് ചില സമയത്ത് വളരെ നല്ല അറിവായി തോന്നാം, ചില സമയത്തൊരു പക്ഷപാതമുള്ള പോലെ നമുക്കതിൻ്റെ രണ്ടിൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഈ ഒരു എസ്സേ. എസ്സേയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവായി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ വളരെ അത് ഷോർട്ടായി സിമ്പിളായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ മനുഷ്യൻ്റെയും സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതായത് മനഃശാസ്ത്രപരമായ രീതിയിൽ വളരെ ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ച തന്നെയാണ് ഇത്. ഇവിടെ ഓരോ പാരൻസിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചില സമയത്തൊക്കെ ബിബ്ലിക്കൽ ഒരു ക്ലാസിക്കൽ അല്യൂഷൻസ് റെഫറൻസൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇനി എസ്സേയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പലപ്പോഴും വലിയ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എസ്സേയുടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ടോട്ടലി ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. പാരൻസിനെ കുറിച്ചും കുട്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള പാരൻസിനോടുള്ളൊരു പ്രാക്ടിക്കൽ അഡ്വൈസ് ആയിട്ടുമാണ് അദ്ദേഹം എസ്സേയിലൂടെ കണക്ട് ചെയ്ത് പറയുന്നത്. എസ്സേക്കകത്ത് ഒരുപാട് കോഡ്സുകളൊന്നുമില്ല, അത്രയും ടഫായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലൈൻസുകളൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുന്ന അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എസ്സേ എഴുതുമ്പോൾ ഇടയിൽ അത് ആഡ് ചെയ്യാനും അതുവഴി എക്സ്പ്ലെയിൻ ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടെ, ഒരുപാട് കുട്ടികൾ എക്സാമുമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 60% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ചോസർ ടു ദി എലിസബത്ത് ഏജിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവുക. മുന്നേ ഉള്ളവർ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പോൾ അല്ലാതെ പുതുതായിട്ട് കുറച്ച് പേര് ഒരു 60% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചോസർ ടു എലിസബത്ത് ഏജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളും ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോ ക്ലാസ്സിൻ്റെ താഴെ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ എക്സാം ഡേറ്റ് വന്ന സ്ഥിതിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്തിട്ട് കുറച്ചും കൂടിയും ടെൻഷൻ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇടയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പെട്ടെന്ന് വന്ന് യൂട്യൂബിൽ ക്ലാസ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളോ എക്സ്ട്രാ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിനകത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾ ക്ലാസ് കറക്റ്റായി കാണണമെന്നുള്ളവരാണെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. അതുപോലെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ നിങ്ങളുടെ കമൻസ് ആയിരിക്കും ഒരു പക്ഷേ അടുത്തൊരു ക്ലാസ്സിൻ്റെ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യണം, അതേപോലെ തന്നെ എത്ര ആഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതുവഴിയാണ്. താങ്ക് യു സോ മച്ച്.